യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ അമ്മയും സഹോദരരും അവനെ അന്വേഷിച്ച് പുറത്തു നിൽക്കുന്നു എന്നറിയുമ്പോൾ യേശു ചുറ്റും ഇരുന്നവരെ നോക്കി ചോദിക്കുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ഈ ചോദ്യം അവരെ നിഷേധിക്കുന്നതല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ കുടുംബം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. ലോകം നമ്മെ തിരിച്ചറിയുന്നത് കുടുംബപ്പേര്, രക്തബന്ധം, സ്ഥാനം, അധികാരം എന്നിവയിലൂടെ ആയിരിക്കുമ്പോൾ യേശു നമ്മെ തിരിച്ചറിയുന്നത് ഒരു മാനദണ്ഡത്തിലൂടെയാണ്: ദൈവത്തിൻ്റെ ഹിതം. സ്നേഹിതരെ, ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ എത്ര എളുപ്പത്തിൽ തകരുന്നുവെന്ന് നാം കാണുന്നു. ഒരേ വീട്ടിൽ ജീവിച്ചിട്ടും മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്നു. സ്നേഹത്തിന് പകരം സ്വാർത്ഥതയും ക്ഷമയ്ക്ക് പകരം പ്രതികാരവും വളരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു ഉറക്കെ പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ദൈവത്തിൻ്റെ ഹിതമെന്നത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന അത്ഭുതങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ദിനംപ്രതി ജീവിതത്തിലാണ്. വേദനിക്കുന്നവരെ കരുണയോടെ സമീപിക്കുമ്പോൾ, തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുമ്പോൾ, അന്യായം കാണുമ്പോൾ മൗനം പാലിക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഒറ്റപ്പെട്ടവരുടെ കൈപിടിക്കുമ്പോൾ ഒക്കെ നാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി മാറുന്നു. നമ്മുടെ വിശ്വാസം ഞായറാഴ്ചകളിലെ ഒരു ആചാരമായി മാത്രം മാറാതിരിക്കാൻ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ജീവിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ഈ വചനം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ യേശുവിൻ്റെ കുടുംബത്തിനുള്ളിലാണോ അതോ പുറത്തുനിന്ന് നോക്കുന്നവനാണോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചുള്ള സാക്ഷ്യമാകുമ്പോഴാണ് നാം ഓരോരുത്തരും അവൻ്റെ കുടുംബത്തിലെ സഹോദരന്മാരും സഹോദരികളും അമ്മയും അപ്പനുമൊക്കെ ആകുന്നത്. സഹോദരങ്ങളെ, അപ്രകാരം ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ രക്തബന്ധങ്ങൾക്കപ്പുറത്ത് സ്നേഹവും കരുണയും പങ്കിടുന്ന ഒരു പുതിയ കുടുംബം നമ്മുടെ ഇടയിൽ പിറക്കുമെന്ന് ഈ സുവിശേഷം ഉറപ്പു നൽകുന്നു. അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.